നിങ്ങളുടെ തുടക്കകാലത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ആരെയും ബോധിപ്പിക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം മോസ്റ്റ് പീപ്പിൾ ആർ കൺസേൺഡ് അബൌട്ട് ഇറ്റ് ആക്ച്വലി. അതായത് അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. ഇപ്പം തുടക്ക സമയത്ത് ഇപ്പം പല എതിർപ്പുകളും അയ്യോ നമ്മൾ ചെയ്യുന്നതിനുണ്ടാവും. പക്ഷേ അത് മനസ്സിലാക്കുക, അത് ഗെയിം ഇറ്റ് സെൽഫ് അങ്ങനെയാണ്. യു ആർ ട്രൈങ് ടു ബി ഡിഫറെൻറ്റ് ഫ്രം എവരി വൺ. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല നിങ്ങൾ ചെയ്യുന്നത്. സോ അവർ ഒബ്വിയസ്ലി ക്യൂരിയസ് ആവും എന്താണ് ഇവൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ. പതിയെ എതിർപ്പുകൾ വന്ന് തുടങ്ങും, എസ്പെഷ്യലി വീട്ടിൽ നിന്ന്, പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സിൽ നിന്ന്, കസിൻസ്, ഗേൾ ഫ്രണ്ട്. പക്ഷേ ഒരു സ്ട്രോങ് ഡിസയർ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു ക്ലിയർ ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ ആരും പറയാനോ ആരെ അറിയിക്കാനോ ഇരിക്കാൻ നോക്കുക. മാക്സിമം വെരി മാക്സിമം. അതിൻ്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ട്രേഡിങ് പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്കൊരു ഒരു സോർട്ട് ഓഫ് ഇൻകം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ ബൈ ലേണിംഗ് ദ ട്രേഡിങ്, അത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങളുടെ ക്യാപിറ്റൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ ഫണ്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു ജോബ് ഉള്ളത് എപ്പോഴും ബെറ്ററാണ്. അല്ലാതെ നിങ്ങളിപ്പം ട്രേഡിങ് പഠിക്കണമെന്ന് പറയാൻ ചിന്തിക്കുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം സ്കിപ്പ് ഔട്ട് ചെയ്തിട്ട് നേരെ ട്രേഡിങ്ങിലേക്ക് വരുമല്ല വേണ്ടത്. ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. ആക്ച്വലി ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് നിങ്ങൾക്ക് എപ്പോഴും ബെറ്ററാണ്. പിന്നെ എങ്ങനെയാണ് ആക്ച്വലി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ടേ. ഇപ്പം നിങ്ങൾ ജോലി എങ്ങനെ പോയാലും ഒരു 1 hour ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കഴിയണമല്ലോ. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ട്രേഡിങ് ഒരിക്കലും ഒരു പാർട്ട് ടൈം ജോബൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയും, നിങ്ങളുടെ ലേണിംഗ് കർവ് നിങ്ങൾ ജസ്റ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് വരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. നിങ്ങൾക്കൊരു സോർട്ട് ഓഫ് ഇൻകം നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ആൻഡ് ഫ്രം ദാറ്റ് യു ആർ ബിൽഡിങ് യുവർ ക്യാപിറ്റൽ അറ്റ് ദ സെയിം ടൈം ബിൽഡിങ് യുവർ സെറ്റപ്പ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കൂടെയൊക്കെ ഇമോഷണലി കുറേ കൂടെയൊക്കെ കൺട്രോൾഡ് ആയിരിക്കും. കുറേ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്താണ്, ബിക്കോസ് ട്രേഡിങ്ങിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കിയിട്ട് വേണ്ട നിങ്ങളുടെ ബില്ല് പേ ചെയ്യാൻ, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ട് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ലെസ് കോൺഷ്യസ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കെയർ കുറച്ച് ലെസ്സായിരിക്കും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാത്തിൽ പോകുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, നമുക്ക് ക്യാഷും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഞാൻ ചെയ്ത മണ്ടത്തരമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഞാൻ ട്രേഡിംഗ് എന്നുള്ളൊരു സംഭവം അറിഞ്ഞുകൊണ്ട് ദുബായിൽ നിന്ന് ജോലിയെല്ലാം ക്വിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. ആദ്യത്തെ പ്രലോഭം കുറച്ച് നാൾ ഇങ്ങനെ കുത്തിയിരുന്ന സമയത്ത് എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പ്രഷർ. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി എനിക്ക് ട്രേഡർ ആവാൻ കഴിയാഞ്ഞത് ആ സമയത്തൊക്കെ, തുടക്കകാലത്ത്. ആരാണെങ്കിലും അങ്ങനെയാണ്. പിന്നെ നമ്മളൊരു പ്രോമിസ് കൊടുക്കാതിരിക്കുക, വീട്ടുകാർക്കാണെങ്കിലും ഗേൾ ഫ്രണ്ടിനാണെങ്കിലും കസിൻസിനാണെങ്കിലും, ഇത്ര നാൾ എനിക്ക് ഒരു 1 year എനിക്ക് എന്നിട്ട് ഞാൻ സക്സസ് ആയില്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത പണിക്ക് പോവാം, അങ്ങനെയൊന്നും പറയാതിരിക്കുക. ബിക്കോസ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. നിങ്ങൾ ലിറ്ററലി നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം നിങ്ങൾ എന്താ ചെയ്യുന്നത്, എത്ര സമയം എടുക്കുമെന്നുള്ളത് നമ്മുടെ കയ്യിലേ അല്ല ഈ സാധനം. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നിങ്ങൾ വെക്കാതിരിക്കുക. ഒരു ഡെഡ് ലൈൻ, ഒരു 1 year ശരിയാവും, അല്ലെങ്കിൽ 2 year ശരിയാവും എന്നുള്ളൊരു സംഭവം. കാര്യം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ പ്രഷർ നിങ്ങളുടെ ഉള്ളിൽ ബിൽഡാവും. ഓക്കെ, സമയമാകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ 1 year ആണെങ്കിലും നിങ്ങൾ ആദ്യത്തെ 6 മാസം ഓക്കെ, ഇനിയൊരു 6 months ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് എത്താനും അടുത്ത ലാസ്റ്റ് 2 months എത്തുമ്പോൾ ഓക്കെ 2 months ഉള്ളല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ 2 രീതിയിൽ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോസസ്സാണ്, അത് അതിൻ്റെ ഉള്ളിൽ പതിയെ നടന്നു പോയിക്കോളും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സോർട്ട് ഓഫ് സ്ട്രീം ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ട്രേഡിങ്ങിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ സൈക്കോളജിയും കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ പിന്നെ ഇത് ആരോടും പറയണ്ട എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് മെൻ്റൽ മാസ്റ്റർബേഷനാണ്. ചില ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിംഗ് അങ്ങ് തുടങ്ങുമ്പോഴേ സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാനൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് പേയോട്ട് വന്നപ്പോൾ കുറച്ച് പൈസയേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ അന്നൊക്കെ ഒക്ടാഫെക്സിലിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അന്ന് ഞാൻ ഫണ്ട് അക്കൗണ്ടൊക്കെ തുറക്കുന്ന സമയത്ത് എടുക്കുന്നൊന്നുമില്ല, ഞാൻ ഒക്ടാഫെക്സിലൊക്കെ ഇട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സമയത്ത് ഞാൻ ഒരു $100 ഇടും, അതിനകത്തുനിന്ന് $10-20 ഉണ്ടാക്കും. അത് നേരെ വിഡ്രോ ചെയ്യുന്നത് വീഡിയോ എടുക്കും, സ്റ്റോറി ഇടും. എന്നെ നേരത്തെ അറിയാവുന്നവർക്കൊക്കെ അറിയാം.
എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ കസിൻസ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ എങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പക്ക ഒരു മെൻ്റൽ മാസ്റ്റർബേഷനാണ്. അതായത് ഇത് ഒന്നും പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും കിട്ടാനില്ല. ഓക്കെ, ബട്ട് അവർ കാണുമ്പോൾ അവർ ചിന്തിക്കുമല്ലോ എന്നുള്ളൊരു സംഭവം ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. ഡോണ്ട് ലെറ്റ് എനി വൺ നോ ദാറ്റ് വാട്ട് യു ആർ ഡൂയിങ്. ഈ സാധനം സൈലൻ്റായിട്ട് ബിൽഡ് ചെയ്യുക. വൺസ് നിങ്ങളൊരു കേപ്പബിൾ ആകും, അതായത് ഓക്കെ എൻ്റെ ജോലി ഇപ്പോൾ ചെയ്യുന്ന ജോലിയേക്കാളും കൂടുതൽ എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്, ഒരു 3-4 മാസം പ്രിലോങ് ആയിട്ട് എനിക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് പതിയെ ട്രേഡിങ്ങിൽ ഫുൾ ടൈമായിട്ട് നോക്കിയാലോ എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു 10 മാസം പേ ഔട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സസ്റ്റെയിനായിട്ട് ഈ സാധനത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലൊരു ഒരു ഒരു മാറ്റി വെക്കാനായിട്ട് സേവ്ഡ് മണിയായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു സെക്യൂരിറ്റി ക്യാപിറ്റലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എഗെയിൻ നിങ്ങൾ പതിയെ വേറെ അടുത്ത ലൂപ്പിലേക്ക് പോകും. ചൂടെടുക്കണം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നിൽക്കാവും. പിന്നെ എത്ര സമയം എടുക്കുമെന്നുള്ളത് അതൊന്നും ഒരു മനുഷ്യർക്കും പറയാൻ കഴിയില്ല. ഇത് ഈവൻ എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ആൾക്കാരോട് തന്നെ ഞാൻ പറയുന്നൊരു സംഭവം, അതിനകത്ത് 2 months കൊണ്ട് അല്ലെ 2 week കൊണ്ട് തന്നെ സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്ലിയറായിട്ട് ട്രേഡ് എടുത്ത് ഫണ്ട് അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കി വിഡ്രോ എടുത്ത ആൾക്കാരുണ്ട്. 2 week കൊണ്ടല്ല, 2 week കൊണ്ട് സെറ്റപ്പ് കിട്ടി, പിന്നെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വിഡ്രോ എടുത്ത ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ഇതൊരിക്കലും ആളുടെ ഏജ്, ആളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി, ആളുടെ പേഴ്സണാലിറ്റി, ആളെങ്ങനെയാണെന്നുള്ളത്. പിന്നെ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് നിങ്ങളെ അടിമുടി മാറ്റും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ പല ക്യാരക്ടറുകളും ഇപ്പം എൻ്റെ കയ്യിലേ ഇല്ല. ആ ഒരാളെ അല്ല ഞാൻ ഒരു 3-4 വർഷം പുറമോട്ട് നോക്കുമ്പോൾ ഉള്ള ബിജിനെ അല്ല ഇപ്പോൾ ഉള്ള ബിജിൻ. പല കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു, എനിക്കൊട്ടും പേഷ്യൻസ് ഇല്ലാത്ത ആളായിരുന്നു. പിന്നെ എല്ലാത്തിനും എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് വേണം, എനിക്ക് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്കത് വേണം, കിട്ടിയേ പറ്റൂ എന്നുള്ള സംഭവം. പതിയെ ഞാൻ അതെല്ലാം ഇപ്പം വിട്ടു, ലെറ്റ് ഇറ്റ് ബി, അതങ്ങനെയാണ് അതിൻ്റെ നേച്ചർ എന്നുള്ള സംഭവത്തിലേക്ക് മനസ്സിലാക്കി തുടങ്ങി. ഇതെല്ലാം ട്രേഡിങ് തന്നൊരു സംഭവമാണ്. ഒരിക്കലും ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടില്ല, സത്യം ഓപ്പണായിട്ട് ഞാൻ പറയാം. പിന്നെ ട്രേഡിങ് ഡിസിപ്ലിൻ്റെ കാര്യമായാലും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനും വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല സെപ്പറേറ്റായിട്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ തുടങ്ങി, ഞാൻ ജേർണൽ ചെയ്യാൻ തുടങ്ങി, ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഐ സ്റ്റാർട്ട് റിയലൈസിങ് എന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. ഒരു വണ്ടി വരുന്നു. അങ്ങനെ പതിയെ അതിൽ ചേഞ്ചസ് കൊണ്ടുവന്നു, നോട്ടീസ് ചെയ്തു, പതിയെ ഡിഫറൻസ് കൊണ്ടുവന്നു. ആൻഡ് ഐ ഹാവ് സീൻ ആൻഡ് ഞാനെങ്കിൽ അതിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങി. അത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഒരു ഗ്രാജുവൽ ഒരു സ്ലോ പ്രോസസ്സാണ്, ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇപ്പം ഒരാഴ്ച ഏറ്റവും ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5-10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്ലീനായിട്ടൊരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു സെറ്റപ്പ് വെച്ച് ട്രേഡ് ചെയ്ത് നിങ്ങളുടെ ഒരു ഡിസിപ്ലിനായിട്ട് ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയി ഒരു ഫുൾ ടൈം ട്രേഡർ ആകുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിനെയാണ് ഞാൻ പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറഞ്ഞാൽ. ജസ്റ്റ് തുടക്കത്തിൽ ആരോടും കടന്ന് അലച്ച് ആരോടും പറയാതിരിക്കാൻ നോക്കാം മാക്സിമം വാട്ട് വി ആർ ഡൂയിങ്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഗീവ് ടൈം യുവർ സെൽഫ്. ആൻഡ് അതേപോലെ തന്നെ എല്ലാവരോടും and be happy about what you are doing. Okay, it will take time, but still you will be at that position that you are admiring. Thank you.